Dear students, +1 ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡീൽസ് വിത്ത് ദി ഫ്ലോ ഓർ സ്റ്റഡി ഓഫ് ഹീറ്റ് എനർജി, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് ഇസ് എ ഫോം ഓഫ് എനർജി, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് ഹീറ്റ് എനർജിയാണ്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. സോ തെർമോഡൈനാമിക്സ് ഇസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദറ്റ് ഡീൽസ് വിത്ത് ദ കൺസെപ്റ്റ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഹീറ്റും ടെമ്പറേച്ചറും അറിയാം. ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ, ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചറിനെ പറ്റി പറയുന്നതാണ്. ആൻഡ് ദെയർ interconversions. ഹീറ്റും ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഇവരുടെ ഇൻ്റർകൺവേർഷൻസ്, അതായത് ഹീറ്റ് വർക്കായിട്ടും അതുപോലെ വർക്ക് തിരിച്ച് ഹീറ്റായിട്ടും ഒക്കെ വരുന്ന ഇൻ്റർകൺവേർഷൻസ് ആണ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ്. അതായത് എനർജി നമുക്കറിയാം, ഹീറ്റ് പല ഫോംസ് ഓഫ് എനർജി ആവുകയും വർക്ക് ആവുകയൊക്കെ ചെയ്യുന്നു. അതാണ് ഇൻ്റർകൺവേർഷൻ ഓഫ് ഹീറ്റ് ആൻഡ് അതർ ഫോംസ് ഓഫ് എനർജി എന്ന് പറയുന്നത്. സോ തെർമോഡൈനാമിക്സ് അപ്പോൾ ഡീൽ ചെയ്യുന്നതൊക്കെയാണ്. ഇറ്റ്സ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് ദി കൺസെപ്റ്റ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ടെമ്പറേച്ചർ ആൻഡ് their interconversions of heat and other forms of energy. ഓക്കെ. എന്നാൽ ഇവിടെ തെർമോഡൈനാമിക്സിൻ്റെ ഒരു പ്രത്യേകത, ഏതൊരു സിസ്റ്റത്തെയും മാക്രോസ്കോപ്പിക് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. മാക്രോസ്കോപ്പിക് ആയിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഇനി എന്താണ് മാക്രോസ്കോപ്പിക് ഡീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചോദിച്ചാൽ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ കണ്ടെയ്നർ ഓഫ് ഗ്യാസ്. ഇപ്പോൾ നമ്മളുടെ കയ്യിലൊരു ബൾക്ക് ഗ്യാസ് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ സ്വാഭാവികമായും ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്. ഓക്കെ. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിനെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ അതിൽ ഓരോ, ഇപ്പം ഒരു കണ്ടെയ്നർ എടുക്കുന്നു, അതിനകത്ത് നിറയെ ഗ്യാസ് മോളിക്യൂൾസ് അവിടെ ഇവിടെ ആയിട്ടുണ്ട് എങ്കിൽ ഇതൊരു ഗ്യാസ് മോളിക്യൂളാണ് എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ പൊസിഷൻ എന്താണ്, ഇവിടെ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ വെലോസിറ്റി എങ്ങനെയാണ്, എന്താണ് ഡയറക്ഷൻ, ഇതൊക്കെ സ്പെസിഫൈ ചെയ്ത് അങ്ങനെ ഓരോരുത്തരെയും പറ്റി പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോസ്കോപ്പിക് സ്റ്റഡിയാണ്. അതായത് ഈച്ച് ആൻഡ് എവറി ഇൻഡിവിജ്വൽ ഗ്യാസ് മോളിക്യൂൾസിനെ പറ്റി നമ്മൾ പഠിക്കുകയും അതിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ സ്റ്റഡിക്ക് നമ്മൾ മൈക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറയും. അപ്പോൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇങ്ങനെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ പറ്റി പഠിക്കാതെ ഈ കൺസിഡർ കണ്ടെയ്നർ ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ എ സിസ്റ്റം ഓഫ് ഗ്യാസ് ടേക്കൺ ഇൻ എ വെസൽ എന്ന് പറയുമ്പോൾ ആ ഗ്യാസിൻ്റെ പ്രത്യേകത, അതായത് ഗ്യാസിന് ഇത്ര വോളിയം, ആ ഗ്യാസിന് ഇത്ര ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇതാണ്, ഗ്യാസിൻ്റെ പ്രഷർ ഇതാണ്, ഗ്യാസിന് ഇപ്പോൾ ടോട്ടൽ മാസ് എന്ന് പറയുന്നത്, അങ്ങനെ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, മാസ്, അതിന് അങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി മാത്രം പഠിക്കുമ്പോൾ അത് മാക്രോസ്കോപ്പിക് സ്റ്റഡി ആയിട്ട് മാറും. സോ തെർമോഡൈനാമിക്സിൽ സ്വാഭാവികമായും മാക്രോസ്കോപ്പിക് സ്റ്റഡിക്കാണ് ഇമ്പോർട്ടൻസ് നമ്മൾ എടുക്കുന്നത്. സോ ഇൻ തെർമോഡൈനാമിക്സ് ദി സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ്, ഒരു ഗ്യാസിൻ്റെ അവസ്ഥ, സ്റ്റേറ്റ് ഓഫ് എ ഗ്യാസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ പ്രഷറിൽ, വോളിയത്തിൽ, ടെമ്പറേച്ചറിൽ, അതുപോലെ അതിൻ്റെ മാസ്, പിന്നെ ആ ഗ്യാസിൻ്റെ കോമ്പോസിഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നതെങ്കിൽ അത് മാക്രോസ്കോപ്പിക് സ്റ്റഡി എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കൊരു സിസ്റ്റത്തിനെ രണ്ട് രീതിയിൽ സ്റ്റഡി ചെയ്യാം. മാക്രോസ്കോപ്പിക്കായും സ്റ്റഡി ചെയ്യാം, മൈക്രോസ്കോപ്പിക്കായും സ്റ്റഡി ചെയ്യാം. എന്നാൽ തെർമോഡൈനാമിക്സിൽ അതെങ്ങനെയാണ് കൂടുതലും മാക്രോസ്കോപ്പിക് സ്റ്റഡിയാണ് ഉദ്ദേശിക്കുന്നത്. മാക്രോസ്കോപ്പിക് സ്റ്റഡിയിലും ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന ഗ്യാസിനെയാണ് നമ്മൾ പഠിക്കാൻ എടുക്കുന്നത് എങ്കിൽ ആ ഗ്യാസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. സിസ്റ്റം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഇതാണ് സിസ്റ്റം ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അതിൻ്റെ വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, മാസ് തുടങ്ങിയവയിലൂടെയാണെങ്കിൽ ആ സ്റ്റഡി നമ്മൾ മാക്രോസ്കോപ്പിക് സ്റ്റഡി ആയിട്ട് പറയും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് തെർമൽ ഇക്വിലിബ്രിയം. ഇങ്ങനെയൊരു ടേം പഠിക്കാനുണ്ട്. തെർമൽ ഇക്വിലിബ്രിയം. തെർമൽ ഇക്വിലിബ്രിയം. സോ തെർമോഡൈനാമിക്സിൽ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. തെർമൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി, ഹീറ്റുമായി ബന്ധപ്പെട്ടാണ്. സോ ഇൻ തെർമോഡൈനാമിക്സ് thermal equilibrium means if the macroscopic variables അറിയാലോ അത് macroscopic variables of a system എന്ന് പറയുന്നത് ആരൊക്കെയാണ്? such as pressure, temperature, volume, mass, etc. So if the macroscopic variables that characterizes a system do not change in time. എന്താണ്? മാക്രോസ്കോപ്പിക് വേരിയബിൾസ്. ഇഫ് ഇറ്റ് ഡസ് നോട്ട് ചേഞ്ച്, അത് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ സമയത്തിനനുസരിച്ച് സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സിസ്റ്റത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന മാക്രോസ്കോപ്പിക് വേരിയബിൾസ്, അതായത് വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ എക്സെട്ര, ഇവരൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡസ് നോട്ട് വേരി, അല്ലെങ്കിൽ മാക്രോസ്കോപ്പിക് വേരിയബിൾസ് ഡു നോട്ട് വേരി വിത്ത് ടൈം, അല്ലെങ്കിൽ ഇൻ ടൈം. സമയത്തിനനുസരിച്ച് ആ ഗ്യാസ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ വേരിയബിൾസിന് ഒരു മാറ്റവും വരരുത്. അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് പറയും? തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, ഇതുപോലെ ഒരു കണ്ടെയ്നർ എടുക്കുന്നു. ഈ കണ്ടെയ്നറിൽ ഏതെങ്കിലും ഒരു സിസ്റ്റം ഓഫ് ഗ്യാസ് എടുക്കുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ സിസ്റ്റം ഓഫ് ഗ്യാസ് എവിടെയാണ്? ഒരു ക്ലോസ്ഡ് വെസലിലാണ്. അപ്പോൾ നമ്മളിത് എടുത്തിട്ട് ക്ലോസ് ചെയ്യുകയോ ചെയ്യുന്നത്, ഇതിനകത്ത് ഗ്യാസ് പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ ഗ്യാസ് ഉണ്ടെന്ന് വയ്ക്കുക. സോ ദിസ് ഇസ് എ സിസ്റ്റം ഓഫ് ഗ്യാസ്. ഇതൊരു സിസ്റ്റം ഓഫ് ഗ്യാസ് ആണെന്ന് വിചാരിക്കും. ഓക്കെ. അപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു റിജിഡ് കണ്ടെയ്നറാണ്, ക്ലോസ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ എന്നാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുന്നു ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ ഇതെന്താണ്? സിസ്റ്റമാണ്. നമ്മൾ പഠിക്കാൻ എടുത്തിരിക്കുന്ന ഇതിനെയാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിസ്റ്റം, ഈ കണ്ടെയ്നർ ക്ലോസ്ഡാണ്, സീൽഡാണ്. ഓക്കെ. അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസുലേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഇൻസുലേറ്റഡ് ആയിട്ടുള്ള കണ്ടെയ്നിങ് വാൾസ് ആണ് ഫ്രം ദി സറൗണ്ടിങ്സ്. അപ്പോൾ സിസ്റ്റത്തിന് വെളിയിലുള്ള സ്ഥലത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സറൗണ്ടിങ്സ് എന്ന് പറയുന്നത്. സറൗണ്ടിങ്സ്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് ഗ്യാസ് അല്ലെങ്കിൽ എ സിസ്റ്റം ഈസ് കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ഫ്രം ഇറ്റ്സ് സറൗണ്ടിങ്സ്. ഇതൊരു സിറ്റുവേഷനാണ്. ഓക്കെ. കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ്. അപ്പോൾ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ഈ ബൗണ്ടറി എന്താണ്? ഈ ബൗണ്ടറികളെല്ലാം തന്നെ എന്താണ്? ഇൻസുലേറ്റഡ് ആണെന്ന് വിചാരിക്കുക. ഇൻസുലേറ്റഡ് ബൗണ്ടറിയാണ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിലുള്ള ബൗണ്ടറി ഇൻസുലേറ്റഡ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാമല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഇവിടുന്ന് ഹീറ്റ്, അതായത് സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് വെളിയിലേക്കും പോകില്ല, വെളിയിൽ നിന്ന് ഹീറ്റ് എനർജി അകത്തേക്കും പ്രവേശിക്കും. മനസ്സിലാവുന്നു? വെളിയിലേക്ക് അകത്തേക്ക്, അതായത് നോ ഹീറ്റ് എൻറ്റേഴ്സ് ദ സിസ്റ്റം, നോ ഹീറ്റ് ലീവ്സ് ദ സിസ്റ്റം. നോ ഹീറ്റ് എൻറ്റേഴ്സ് ദ സിസ്റ്റം ആൻഡ് നോ ഹീറ്റ് ലീവ്സ് ദ സിസ്റ്റം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് പിയും വോളിയം ഇയും ആണെന്ന് ഇരിക്കട്ടെ. ഇനി ത്രൂ ഔട്ട് ദ ടൈം, എത്ര സമയം നമ്മൾ പഠിച്ചാലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രഷറും വോളിയവും ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിതിനെ എന്തെന്ന് പറയാം? തെർമൽ ഇക്വിലിബ്രിയത്തിൽ, അല്ലെങ്കിൽ ഇത് സറൗണ്ടിങ്സുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ദർ ഈസ് നോ എക്സ്ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എക്സ്ചേഞ്ച് ഇല്ല. അതുകൊണ്ട് നമുക്കിത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാം. ഇതിൻ്റെ പ്രഷറും വോളിയവും ടെമ്പറേച്ചറും ഒക്കെ സെയിം ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ അത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇതുപോലെ നമ്മൾ മറ്റൊരു സിറ്റുവേഷൻ എടുക്കുന്നു. ഇതൊരു കണ്ടെയ്നറാണ്. ഇതൊരു കണ്ടെയ്നർ ക്ലോസ്ഡ് ആണ്. ഇത് മറ്റൊരു കണ്ടെയ്നറാണ്. ഓക്കെ. പക്ഷേ ഇത് രണ്ടും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു നോൺ
കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള ഇൻസുലേറ്റഡ് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കും. ഇൻസുലേറ്റഡ് വാൾ കൊണ്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. ഓക്കെ, ഇത് പൊതുവേ ക്ലോസ്ഡ് ആണ്. പക്ഷേ ഇവർ തമ്മിൽ ഇങ്ങനെ കോണ്ടാക്ട് വന്നിട്ട് ഒരു നോൺ കണ്ടക്റ്റിംഗ് ആയിട്ടുള്ള വാൾ വെച്ച് ഇതിനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ രണ്ട് സിസ്റ്റംസിൻ്റെ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ഇയാളുടെ പ്രഷർ PAയും ഇയാളുടെ വോളിയം VAയും ആണ്. ഇയാളുടെ പ്രഷർ PBയും ഇയാളുടെ വോളിയം VBയും ആണെന്ന് ഇരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്യും. നമ്മൾ എന്നിട്ട് വിചാരിക്കണം ഈ രണ്ട് സിസ്റ്റത്തെയും സെപ്പറേറ്റഡ് ബൈ എ ഇൻസുലേറ്റിംഗ് വാൾ. എന്താണ്? ഇൻസുലേറ്റിംഗ് വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുകയാണ്. ഇൻസുലേറ്റിംഗ് വാൾ. ഈ ഇൻസുലേറ്റിംഗ് വാൾ എന്ന് പറയുന്ന പേരാണ് അഡിയാബാറ്റിക് വാൾ. അഡിയാബാറ്റിക് വാൾ. ഇൻസുലേറ്റിംഗ് വാൾ ഓർ അഡിയാബാറ്റിക് വാൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ അഡിയാബാറ്റിക് വാളിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഇറ്റ് ഡസ് നോട്ട് അലോ ഹീറ്റ് എനർജി, ഫ്ലോ ഓഫ് എനർജി. എനർജിയുടെ ഫ്ലോയെ അനുവദിക്കത്തില്ല ഫ്രം വൺ ടു അനദർ. അതായത് ഇതിൽ നിന്ന് അങ്ങോട്ടേക്കും ഹീറ്റിന് പോകാൻ പറ്റില്ല, അവിടെ നിന്ന് ഇങ്ങോട്ടേക്കും ഹീറ്റിന് ട്രാൻസ്ഫർ ആകാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ത്രൂ ഔട്ട് ദ ടൈം ഇവരുടെ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ എങ്ങനെയായിരിക്കും? കോൺസ്റ്റൻ്റായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ വിചാരിക്കാം. സോ ഇത് ഇൻസുലേറ്റഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ സറൗണ്ടിങ്സ് ഓൾസോ. ഇതിൻ്റെ ചുറ്റുമുള്ള എല്ലാം, അതായത് ഇവിടെ എല്ലാ സറൗണ്ടിങ്സും ആയിട്ടുള്ള സെപ്പറേഷൻ ഇൻസുലേറ്റിംഗ് ആണെങ്കിൽ ഇതിൻ്റെ പ്രഷറും എങ്ങനെയായിരുന്നു ഇനീഷ്യലി അത് തന്നെയായിട്ട് നിൽക്കും. അതായത് PA ഇത് PB ആയിട്ട് തന്നെ നിൽക്കും. സോ നോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ഇൻടു ഓർ ഫ്രം ദി സിസ്റ്റം. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഹീറ്റ് എനർജി പാസ് ചെയ്തില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, നോ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് വേരിയബിൾസ്. ഓക്കെ, പകരം ഈ ഇൻസുലേറ്റിംഗ് വാൾസൊക്കെ മാറ്റിയിട്ട് ഒരു കണ്ടക്റ്റിംഗ് വാളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, ഇൻസ്റ്റഡ് ഇതിന് പകരം ഒരു കണ്ടക്റ്റിംഗ് വാളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, കണ്ടക്റ്റിംഗ് വാളിന് നമ്മൾ വേറെ പേര് പറയും ഡയാതെർമിക് വാൾ എന്ന് പറയും. കണ്ടക്റ്റിംഗ് വാളാണ് ഉപയോഗിക്കുന്നത്, ഡയാതെർമിക് വാളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് സംഭവിക്കും? ഒരു ഡയാതെർമിക് വാൾ അല്ലെങ്കിൽ കണ്ടക്റ്റിംഗ് വാൾ. നമ്മൾ മറ്റൊരു സിറ്റുവേഷനാണ്, ഒരു കണ്ടക്റ്റിംഗ് വാൾ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ that wall allows energy flow from one vessel അല്ലെങ്കിൽ one container to other. ഒരു കണ്ടെയ്നറിൽ നിന്ന് മറ്റൊരു കണ്ടെയ്നറിലേക്ക് ഹീറ്റ് ഫ്ലോയെ അനുവദിക്കും. ഇപ്പോൾ കണ്ടക്റ്റിംഗ് വാളിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, അലൗസ് ഫ്ലോ ഓഫ് ഹീറ്റ്. അപ്പോൾ ഡയാതെർമിക് വാളാണ് നമ്മൾ സെപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ that conducting wall allows energy flow or heat flow from one vessel to another. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? എയുടെയും ബിയുടെയും സ്റ്റേറ്റ് വേരിയബിൾസിനൊക്കെ ചേഞ്ച് പെട്ടെന്ന് സംഭവിക്കുകയാണ്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിൽ ഇപ്പോൾ ടെമ്പറേച്ചർ കൂടിയ ആൾ എ ആണെങ്കിൽ എയിൽ നിന്ന് ഹീറ്റ് ഫ്ലോ ബിയിലേക്ക് സംഭവിക്കും. സോ ദാറ്റ് ഇവിടുത്തെ വോളിയം ചേഞ്ച് ചെയ്യും, ടെമ്പറേച്ചറും വ്യത്യാസം വരും. ഇവിടെ അതുപോലെ വോളിയം ടെമ്പറേച്ചറും ഒക്കെ വ്യത്യാസം വരും. കറസ്പോണ്ടിങ് ആയ പ്രഷറിന്, ക്ലോസ്ഡ് ആയതുകൊണ്ട് കറസ്പോണ്ടിങ് ആയ പ്രഷറിനും വ്യത്യാസം വരും. അപ്പോൾ നമുക്ക് PA എന്ന് പറയുന്നത് പിന്നീട് ഡയാതെർമിക് വാളിൽ ഉപയോഗിക്കുമ്പോൾ PA' എന്നും VA എന്ന് പറയുന്നത് VA' ആയി മാറും. അതുപോലെ ഈ കണ്ടെയ്നറിലെ ഗ്യാസിന് PB എന്നുള്ളത് PB', അതുപോലെ VB' ഒക്കെ ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇവിടെയാണ് ഹീറ്റ് എനർജി കൂടുതൽ, ഹീറ്റ് ഫ്ലോ ഫ്രം ഹിയർ ടു ഹിയർ വരും. അങ്ങനെ എപ്പോൾ വരെ ഇത് സംഭവിക്കുമെന്ന് അറിയാമോ? രണ്ടുപേരുടെയും ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ ഫ്ലോ നടക്കും. അതും ഇവിടെ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടല്ലോ. അപ്പോൾ എപ്പോൾ വരെയാണ് ഈ ഫ്ലോ ഓഫ് ഹീറ്റ് എനർജി സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, പ്രഷറും വോളിയവും ഒക്കെ ചേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ന്യൂ സ്റ്റേറ്റ് വേരിയബിൾസ് ഉണ്ടാകുന്നത് പോലെ, അതായത് പ്രഷറിൻ്റെ PA', വോളിയത്തിന് VA', പ്രഷർ സെക്കൻഡ് കേസിൽ PB', വോളിയത്തിന് VB' മാറുന്നത് പോലെ തന്നെ ഹീറ്റ് ഫ്ലോ ഫ്രം വൺ വെസൽ ടു അനദർ വെസൽ സംഭവിക്കും. അണ്ടിൽ ബോത്ത് ദ ടെമ്പറേച്ചേഴ്സ് ആർ ദ സെയിം. രണ്ടുപേരുടെയും ടെമ്പറേച്ചർ സെയിം ആകുന്നത് വരെ അവരുടെ ഹീറ്റ് ഫ്ലോ സംഭവിക്കും. അങ്ങനെ വീണ്ടും സിസ്റ്റം എവിടെ എത്തുന്നു? ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരുക. വീണ്ടും എത്തിച്ചേരും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഈ കേസിൽ അങ്ങനെ ഡയാതെർമിക് ആണെങ്കിൽ സിസ്റ്റത്തിൻ്റെ വേരിയബിൾസ് ഒക്കെ ചേഞ്ച് ആയതിനു ശേഷം തെർമൽ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ തെർമൽ ഇക്വിലിബ്രിയം എന്നാലെന്ത് എന്ന് ഓർക്കുക. വാട്ട് ഈസ് തെർമൽ ഇക്വിലിബ്രിയം? സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം ഈസ് ഇൻ തെർമൽ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് if the variables that characterize the system do not change in time. ചേഞ്ച് ചെയ്യാനായിട്ട് സമയത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല എന്ന് ഓർക്കുക. ഓക്കെ, എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു, ഒരു ക്ലോസ്ഡ് ജാറിൽ അല്ലെങ്കിൽ ക്ലോസ്ഡ് വെസലിൽ ഇരിക്കുന്ന ഗ്യാസ് അത് കംപ്ലീറ്റ് ആയിട്ടും ഇൻസുലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് ആണെങ്കിൽ, ഇൻസുലേറ്റഡ് ഫ്രം ദ സറൗണ്ടിങ്സ് ആണ് എങ്കിൽ അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? അതിൻ്റെ പ്രഷർ, വോളിയം, മാസൊക്കെ ചേഞ്ച് ചെയ്യാതെ നിൽക്കും. അപ്പോൾ നമ്മൾ പറയും അതൊരു സ്റ്റേറ്റ് ഓഫ് തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം ആണുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഒന്നിലധികം സിസ്റ്റങ്ങളെ നമ്മൾ അഡിയബാറ്റിക് വാൾ കൊണ്ടും അതുപോലെ ഡയാതെർമിക് വാൾ കൊണ്ടും എന്ത് ചെയ്യുന്നു? സെപ്പറേറ്റ് ചെയ്യിപ്പിച്ചാൽ ഡയാതെർമിക് വാളിൻ്റെ കേസിൽ പ്രഷർ, വോളിയം, ടെമ്പറേച്ചറൊക്കെ ചേഞ്ച് ചെയ്യുന്നു. ചേഞ്ച് ചെയ്ത് സിസ്റ്റം ഒരു കോമൺ ഇക്വിലിബ്രിയത്തിൽ എത്തിച്ചിരുന്നു. എന്നാൽ അഡിയബാറ്റിക് വാളിൻ്റെ കേസിൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ നെയ്തർ ഹീറ്റ് എൻറ്റേഴ്സ് നോർ ഹീറ്റ് ലീവ്സ് ദ സിസ്റ്റം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ശരിക്കും തെർമൽ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു മീനിങ് അല്ലെങ്കിൽ തെർമൽ ഇക്വിലിബ്രിയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇൻ തെർമൽ ഇക്വിലിബ്രിയം ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ ടു സിസ്റ്റംസ് എന്തായിരിക്കും? ടെമ്പറേച്ചേഴ്സ് ഓഫ് ദ ടു സിസ്റ്റംസ് റിമൈൻസ് ദ സെയിം. അപ്പോൾ അത് ആണ് ഇവിടെ പ്രധാനമായിട്ടും ഓർക്കേണ്ടത്. ഇവിടെ നമ്മൾ നോ ഹീറ്റ് ലീവ്സ് ഓർ എൻറ്റേഴ്സ് പറയുന്നു. അതുകൊണ്ട് എന്തായിരുന്നു പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അത് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ ഇവിടെ അത് മെയിൻറ്റെയിൻ ചെയ്യും. എന്നാൽ ഇവിടുത്തെ കേസിൽ അങ്ങനെയല്ല. പ്രഷർ, വോളിയം ഒന്നും മെയിൻറ്റെയിൻ ചെയ്തില്ല, ചേഞ്ച് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ ദ ടെമ്പറേച്ചർ റീച്ചസ് ദ സെയിം. ടെമ്പറേച്ചർ എന്തായിട്ട് നിലനിൽക്കും? സെയിം വാല്യൂ ആയിട്ട് നിലനിൽക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണത് തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ തെർമൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ അറിയുക, ഇൻ തെർമൽ ഇക്വിലിബ്രിയം ദ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റംസ് ആർ ഈക്വൽ. അപ്പോൾ ഇവർ ഈക്വൽ ആകുന്നത് വരെ ഇപ്പോൾ രണ്ടുപേരുടെ, അതായത് ഇത് എ ആണെങ്കിൽ ടി എ ഇസ് ഈക്വൽ ടു ടി ബി ആകുന്നത് വരെ അവിടെ ഹീറ്റ് ഫ്ലോ സംഭവിക്കുകയും അങ്ങനെ അത് തെർമൽ ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യും. മനസ്സിലായി? ഇക്വിലിബ്രിയത്തിൽ എത്തുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് രണ്ട് സിസ്റ്റങ്ങൾ, ഏതെങ്കിലും രണ്ട് സിസ്റ്റം, അതായത് ഇതൊരു സിസ്റ്റം ഓഫ് ഗ്യാസ് ആയിട്ട് എടുക്കുക എ, ഇത് മറ്റൊരു സിസ്റ്റം ഓഫ് ഗ്യാസ് ആയിട്ടും എടുക്കുക. ഓക്കെ, ഇതൊരു സിസ്റ്റം ഓഫ് ഗ്യാസ്, ഇത് മറ്റൊരു സിസ്റ്റം ഓഫ് ഗ്യാസ്. അപ്പോൾ ഇത് എ എന്നെടുക്കുക, ഇത് ബി എന്നെടുക്കുക. ഓക്കെ, എ എന്നെടുക്കുക, ഇത് ബി എന്നെടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് സിസ്റ്റങ്ങൾ എയും ബിയും അങ്ങനെയുള്ള രണ്ട് സിസ്റ്റങ്ങൾ തെർമൽ ഇക്വിലിബ്രിയം ആണെന്ന് വിചാരിക്കുക. തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. എയും ബിയും സെപ്പറേറ്റ് ആയിട്ട്, എ ഇത് സി ആണെന്ന് വിചാരിക്കുക, സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നു, ബി സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഈ എ ആൻഡ് ബി എന്ന് പറയുന്നത് രണ്ട് സിസ്റ്റങ്ങളാണ്. അത് സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ എയും ബിയും എന്തായിരിക്കും? തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് രണ്ട് സിസ്റ്റങ്ങൾ, സീറോത്ത് ലോ പറയുന്നത് രണ്ട് സിസ്റ്റങ്ങളിൽ ടു സിസ്റ്റംസ് എ ആൻഡ് ബി, ഏതൊക്കെയാണ്? എയും ബിയും. ഇവർ രണ്ടും സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം. അതായത് എ സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്, ബി സിയുമായും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ, സെപ്പറേറ്റ്ലി ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് എ തേർഡ് സിസ്റ്റം സി. തേർഡ് സിസ്റ്റം സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എങ്കിൽ ദെൻ എ ആൻഡ് ബി ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം. അങ്ങനെയാണെങ്കിൽ എ ആൻഡ് ബി ആർ ഓൾസോ ഇൻ തെർമൽ ഇക്വിലിബ്രിയം വിത്ത് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ദിസ് ലോ ഇസ് കോൾഡ് സീറോത്ത് ലോ. അതിൻ്റെ ഒരു കാരണമുണ്ട്.
തെർമോഡൈനാമിക്സിലെ ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കണ്ടുപിടിച്ചതിന് ശേഷമാണ് RH ഫൗലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇങ്ങനെയൊരു സംഭവം കണ്ടുപിടിക്കുന്നത്. കേട്ടല്ലോ, RH ഫൗലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഇങ്ങനെയൊരു പ്രധാന ഐഡിയ കൊണ്ടുവരുന്നു. കേട്ടല്ലോ, 2 systems in thermal equilibrium with a third system separately, then they are in thermal equilibrium with each other. അപ്പോൾ എയും ബിയും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ആദ്യം പറഞ്ഞത് എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് ആരുമായിട്ട് തെർമൽ ഇക്വിലിബ്രിയം, സിയുമായി ഇക്വിലിബ്രിയത്തിലാണ്. വിച്ച് മീൻസ് എയുടെ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു സിയുടെ ടെമ്പറേച്ചർ, സിമിലർലി ബിയുടെ ടെമ്പറേച്ചർ ഇസ് ഈക്വൽ ടു സിയുടെ ടെമ്പറേച്ചർ എന്നാണ് ആദ്യം പറഞ്ഞത്. എയും ബിയും സെപ്പറേറ്റ് ആയിട്ട് സിയുമായി തെർമൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിക്കും. എങ്കിൽ എയുടെയും ബിയുടെയും എന്താണ് തെർമൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. വിച്ച് മീൻസ് അപ്പോൾ ഈ ഇക്വേഷൻ ടി എ ഇസ് ഈക്വൽ ടു ടി സി, ടി ബി ഇസ് ഈക്വൽ ടു ടി സി. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതും ടി സി ഇതും ടി സി, അതായത് ടി എ ഇസ് ഈക്വൽ ടു ടി ബി ആയിരിക്കും, ടി എ ഇസ് ഈക്വൽ ടു ടി ബി ആയിരിക്കും എന്നാണ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് RH ഫൗലറാണ്. ഫോർമുലേറ്റഡ് ദിസ് ലോ ഇൻ 1931 ആണ്. പക്ഷെ അതിനു മുന്നേ തന്നെ തെർമോഡൈനാമിക്സിലെ 2 നിയമങ്ങളും ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും കണ്ടുപിടിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നീട് അതിന് തൊട്ട് മുന്നിലുള്ള ഒരു പ്രിമിറ്റീവ് ലോ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഇതിന് വേറൊരു മുന്നിലുള്ളൊരു നമ്പർ ഇല്ലാത്തതുകൊണ്ടാണ് 0 എന്ന പേര് കൊടുക്കുന്നത്. ഓക്കെ ആണല്ലോ, 0th ലോ ഓഫ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ ഇനി ഇതിനകത്ത് അറിയേണ്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എയും സിയും തെർമൽ ഇക്വിലിബ്രിയത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ഇതൊരു ഡയാതെർമിക് വാൾ കൊണ്ടാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എനർജിക്ക് ഫ്ലോ ചെയ്യാം. അങ്ങനെ ഇവർ തമ്മിൽ എന്ത് ചെയ്യും? എ സിയുമായിട്ടും ബി സിയുമായിട്ടും ഇക്വിലിബ്രിയത്തിൽ. എന്നാൽ എയും ബിയും തമ്മിലുള്ള ഈ വോൾ എന്ന് പറയുന്നത് അഡിയബാറ്റിക് വോളായിരിക്കും. എന്നാൽ കൂടി ഇവർ രണ്ടുപേരും തെർമൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഇവരൊന്നും തെർമൽ ഇക്വിലിബ്രിയത്തിലാണ്. ഇത് അഡിയബാറ്റിക് വോളാണ്, മറന്നുപോകും. ഓക്കെ, സോ ദിസ് ഇസ് 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിക്കാം. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെമ്പറേച്ചറാണ് ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ 0th ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ ശരിക്കും 0th ലോ പറയുന്നത് ഈ നിയമം അനുസരിച്ച് ടെമ്പറേച്ചർ ഇസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിറ്റർമൈൻസ് വെദർ 2 systems ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഓർ നോട്ട്. 2 സിസ്റ്റങ്ങൾ തെർമൽ ഇക്വിലിബ്രിയം ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതാണ് ശരിക്കും ടെമ്പറേച്ചറായിട്ട് പറയുന്നത്. സോ ടെമ്പറേച്ചർ ഇസ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റി വിച്ച് ഡിറ്റർമൈൻസ് വെദർ 2 systems ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം എന്നതാണ് അതിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. സോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് അറിയുക. തെർമൽ ഇക്വിലിബ്രിയം, അതായത് 0th ലോയുടെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടുന്നത് ഈ നിയമം അനുസരിച്ച് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് എന്ത് തീരുമാനിക്കുന്നത്? വിച്ച് ഡിറ്റർമൈൻസ് വെദർ 2 systems ആർ ഇൻ തെർമൽ ഇക്വിലിബ്രിയം ഓർ നോട്ട്. 2 systems തെർമൽ ഇക്വിലിബ്രിയത്തിലാണോ അല്ലയോ എന്നൊക്കെ നോക്കുന്നത്. ഓക്കെ, നോക്കുന്നത് ഇങ്ങനെയാണ് മനസ്സിലാക്കുക. അതാണ് 0th ലോയുടെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഓക്കെ.